السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نسألك العفو والعافية، اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم لك أسلمنا وبك آمنا وعليك توكلنا وإليك أنبنا وبك خاصمنا. نعوذ بعزتك لا إله إلا أنت أن تضلنا. أنت الحي الذي لا يموت والجن والإنس يموتون. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അത്തൂറിൻ്റെ തഫ്സീറാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ഈ സൂറത്ത് മക്കിയത്തായ സൂറത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പുറപ്പെടുന്നതിന് മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ്. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുന്നതായി ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം. സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ മഗ്രിബി ബിത്തൂർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നിസ്കാരത്തിൽ സൂറത്തു തൂർ ഓതുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. فما سمعت أحدا أحسن صوتا أو قراءة منه صلى الله عليه وسلم. അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ മധുരമുള്ള ശബ്ദമുള്ള, അതിനേക്കാൾ നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന വേറൊരാളെയും ഞാൻ കേട്ടിട്ടില്ല. ജുബൈർ ഇബ്നു മുത്ഇം മുസ്ലിം ആകുന്നതിന് മുൻപ് ഈ സൂറത്തിലെ ചില ഭാഗങ്ങൾ കേട്ടു. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യുഖിനൂൻ എന്നിങ്ങനെ ഈ സൂറത്തിലെ ആയത്തുകൾ. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, അതല്ല അവർ ഒന്നുമില്ലാത്തതിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒന്നിൽ നിന്നുമല്ലാതെ അവർ സൃഷ്ടിക്കപ്പെട്ടതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെയാണോ സൃഷ്ടിച്ച ആളുകൾ? അവരാണോ അവരെ പടച്ചത്? അം ഖലഖുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ പടച്ചത് അവരാണോ? അതല്ല ആകാശഭൂമികളെ പടച്ചത് അവരാണോ? ബൽ ലാ യുഖിനൂൻ, അല്ല, അവർ ശരിയായ ഉറച്ച വിശ്വാസം വിശ്വസിക്കുന്നില്ല. ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഈ ആയത്തുകൾ കേട്ടപ്പോൾ കാദ അൻ യതീറ ഖൽബി, എൻ്റെ ഹൃദയം പാറിപ്പോകുമെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയും ആ സഹാബിക്ക് മുസ്ലിം ആകുന്നതിന് മുമ്പ് ഖുർആനിലെ ഈ വചനങ്ങൾ കേട്ടപ്പോൾ അത് ഹൃദയത്തിൽ ചലനമുണ്ടാക്കി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ അവർ പറയുന്നത് കാണാം, ശകൗതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നി അഷ്തകി. അവർ പറഞ്ഞു, എനിക്ക് സുഖമില്ലെന്ന കാര്യം നബിയോട് പറഞ്ഞു. അഥവാ തവാഫ് ചെയ്യേണ്ടുന്ന സമയത്ത്, മക്കയിൽ കഅബ തവാഫ് ചെയ്യേണ്ട സന്ദർഭത്തിലാണ് അവർക്ക് സുഖമില്ലാതായത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് ഈ വിവരം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, തൂഫി മിൻ വറാഇൻ നാസി വ അൻതി റാകിബ, നീ ഒരു വാഹനമൃഗത്തിന്റെ പുറത്ത് കയറി ജനങ്ങളുടെ പിന്നിൽ തവാഫ് ചെയ്തോളൂ. പറഞ്ഞ ജനങ്ങളുടെ ഇടയിലേക്ക് അതിനെ കൊണ്ടുവന്നാൽ കാൽപാദങ്ങളിൽ നടന്ന് തവാഫ് ചെയ്യുന്നവർക്ക് അത് പ്രയാസമാകും. അവരുടെ പിന്നിൽ വാഹനപ്പുറത്തേറി തവാഫ് ചെയ്തോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. അവർ പറയുന്നു, ഫതുഫ്തു വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഇലാ ജംബിൽ ബൈതി യഖറഉ ബിത്തൂരി വകിതാബിൻ മസ്തൂർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ തവാഫ് ചെയ്യവേ നബി കഅബയുടെ അടുത്ത് വെച്ച്
ഈ സൂറത്ത് ഓതി നിസ്കരിക്കുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് പാരായണം ചെയ്ത ചില സന്ദർഭങ്ങൾ ഹദീസുകളിൽ വന്നത് ഈ സൂറത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ മഹത്തരമായ ഏറെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളുടെ പേരിൽ സത്യം ചെയ്യുന്നു. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ വൽബൈത്തിൽ മഅമൂർ വസ്സഖഫിൽ മർഫൂഅ് വൽബഹ്റിൽ മസ്ജൂർ. അല്ലാഹു അവൻ ഉദ്ദേശിച്ചതിന്റെ പേരിൽ സത്യം ചെയ്യും. എന്നാൽ സൃഷ്ടികളായ നമുക്ക് അല്ലാഹുവിന്റെ പേരിലല്ലാതെ സത്യം ചെയ്തുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക. ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ ഫഖദ് അശ്റക, അവൻ അല്ലാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു. റബ്ബിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ. എന്നാൽ അല്ലാഹു അവന്റെ സൃഷ്ടികളിൽ അവൻ ഉദ്ദേശിക്കുന്നവരുടെ പേരിൽ സത്യം ചെയ്യും. അത് ആ സൃഷ്ടികളുടെ പ്രാധാന്യം അറിയിക്കുന്നു. വത്തൂർ, തൂർ തന്നെ സത്യം. വത്തൂർ എന്നാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ആദ്യമായി വഹി നൽകിയ പർവ്വതം അത് തൂർ പർവ്വതമാണ്. എന്നാൽ പർവ്വതങ്ങൾക്ക് പൊതുവെ മലകൾക്ക് അഥവാ അതിന്റെ മുകളിൽ കാടുകൾ വളരുന്ന ചെടി വളരുന്ന പർവ്വതങ്ങൾക്ക് തൂർ എന്ന് പറയും. ചെടിയൊന്നും വളരാത്ത പർവ്വതങ്ങൾക്ക് ജബൽ, മല എന്ന് പറയും. പർവ്വതങ്ങളുടെ മേൽ അത് കാടുകൾ മുളക്കുന്ന പർവ്വതങ്ങളാണെങ്കിൽ അതിന് തൂർ എന്ന് പറയും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു വഹി നൽകിയ പർവ്വതമാകട്ടെ അല്ലാത്തതാകട്ടെ, അള്ളാഹു അതിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു വത്തൂർ. അങ്ങനെയുള്ള പർവ്വതങ്ങൾ തന്നെ സത്യം. മൂസാ നബിക്ക് അള്ളാഹു വഹി നൽകിയ പർവ്വതവും അതിലുൾപ്പെട്ടു. വകിതാബിൻ മസ്തൂർ, വകിതാബിൻ ഒരു കിതാബ് തന്നെ സത്യം. മസ്തൂർ എഴുതപ്പെട്ട കിതാബ് തന്നെ സത്യം. അള്ളാഹുവിന്റെ കലാമുകൾ എഴുതിയ, അള്ളാഹുവിന്റെ കലാം അവന്റെ വചനങ്ങൾ എഴുതിയ കിതാബുകൾ. ഫീ റഖിൻ മൻശൂർ, അതിൽ എന്തിലാണ് അത് എഴുതിയിട്ടുള്ളത്? ഫീ റഖിൻ, റഖ് എന്ന് പറഞ്ഞാൽ തുകലാണ് അർത്ഥം. മിനുസപ്പെടുത്തിയ തോൽ, അതിന് പുറത്ത് എഴുതാറുണ്ട്, തുകൽ എന്ന് പറയും. ഫീ റഖിൻ മൻശൂർ, വിടർത്തി വച്ച തുറന്നു വച്ച തുകലിൽ എഴുതപ്പെട്ട കിതാബ് തന്നെ സത്യം. വൽ ബൈത്തുൽ മഅമൂർ, അൽ ബൈത്തുൽ മഅമൂർ തന്നെ സത്യം. ബൈത്തുൽ മഅമൂർ എന്നാൽ അത് ആകാശലോകത്തെ കഅബയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാം, അവിടുത്തെ അള്ളാഹു ഇസ്രായിനും മിഅറാജിനും കൊണ്ടുപോയ രാത്രിയിൽ ഏഴാമത്തെ ആകാശത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഒരു ബൈത്ത് കണ്ടു. ആ ബൈത്തിന്റെ പേരാണ് അൽ ബൈത്തുൽ മഅമൂർ. ഓരോ ദിവസവും 70,000 മലക്കുകൾ അതിൽ പ്രവേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇദാ ഹുവ യദ്ഖുലുഹു കുല്ല യൗമിൻ 70,000 ലാ യഊദൂന ഇലൈഹി ആഖിറ മാ അലൈഹിം. അതിലേക്ക് ഓരോ ദിവസവും 70,000 മലക്കുകൾ പ്രവേശിക്കുന്നു. ഒരിക്കൽ കയറിയവർ പിന്നെ അവിടേക്ക് കയറുകയില്ല. എത്രയായിരിക്കും അള്ളാഹുവിന്റെ മലായികത്തിന്റെ എണ്ണം? അള്ളാഹുവിന്റെ റസൂലിന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ രാത്രിയിൽ അള്ളാഹു കാണിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മഅമൂറിൽ ചാരിയിരിക്കുകയായിരുന്നു. കാരണം അത് ആകാശലോകത്തെ കഅബയാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ലൗ ഖറ ലഖറ അലൈഹാ, അതെങ്ങാനും താഴേക്ക് വീണിരുന്നുവെങ്കിൽ ഭൂമിയുടെ കഅബയുടെ പുറത്താണ്, മേലാണ് അത് വീഴുക. അങ്ങനെ മുകളിലാണത്.
ഏഴാം ആകാശത്തെ കഅബ. ഭൂമിയിലെ കഅബ അള്ളാഹുവിന്റെ കൽപ്പനയാൽ, അള്ളാഹുവിന്റെ കൽപ്പന മുഖേന അതിന്റെ അസ്ഥിവാരത്തിൽ നിന്ന് പണിതുയർത്തിയത് ഇബ്രാഹിം നബിയാണ് അലൈഹിസ്സലാത്തു വസ്സലാം. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. ഇബ്രാഹിമും ഇസ്മായിലും കൂടി കഅബ അതിന്റെ അസ്ഥിവാരത്തിന്മേൽ അള്ളാഹുവിന്റെ കൽപ്പനയാൽ പടുത്തുയർത്തിയ രംഗം. അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു, റബ്ബന തഖബ്ബൽ മിന്ന, ഞങ്ങളുടെ റബ്ബെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ, ഇന്നക അൻത സമീഉൽ അലീം, നീയാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും. അള്ളാഹു കൽപ്പിച്ച പ്രവൃത്തിയാണ്. അള്ളാഹുവിന്റെ രണ്ട് നബിമാരാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ബൈത്താണ് പണിതു വരുത്തുന്നത്. എന്നിട്ടും ദുആ ചെയ്യുന്നത് നോക്കൂ, സ്വീകരിക്കണേ അള്ളാഹുവെ, ഞങ്ങളുടെ റബ്ബെ സ്വീകരിക്കണമേ. അപ്പൊ അള്ളാഹു കബൂലാക്കാനുള്ള ദുആ അത് മുഅ്മിൻ നിരന്തരം ചെയ്യേണ്ടതാണ്. അവൻ എത്ര വലിയ സൽക്കർമ്മം എത്ര നന്നായി ചെയ്താലും. ഈ ശ്രേഷ്ഠതയുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു മുഹമ്മദ് നബിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇബ്രാഹിം നബിയെ അതിന്മേൽ അതിൽ ചാരി ഏഴാമത്തെ ആകാശത്തിലിരിക്കുന്നതായി. ഇതാണ് അൽ ബൈത്തുൽ മഅമൂർ. ഈ മലായിക്കത്ത് നിരന്തരം അതിൽ കയറുന്നു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. അത് സൂചിപ്പിക്കുന്നതാണ് ആ പേര് തന്നെ. കാരണം മഅമൂർ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അതിൽ ആളുണ്ട്. ഉമ്മിറ അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും ജനങ്ങൾ അധിവസിക്കുന്നു. അതിനാണ് അങ്ങനെ പറയുക. ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാഹ്. അള്ളാഹു പറഞ്ഞില്ല, അള്ളാഹുവിന്റെ പള്ളികൾ മസ്ജിദുകൾ നോക്കി നടത്തേണ്ടത് അള്ളാഹുവിൽ വിശ്വാസമുള്ള, നിസ്കരിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന, റബ്ബിനല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്ത ആളുകളാണ്. സൂറത്ത് തൗബയിൽ അള്ളാഹു പറഞ്ഞത് കാണാം. അവിടെ കാണാം യഅ്മുറു മസാജിദ അല്ലാഹ്, അഥവാ ആ മസ്ജിദ് അവിടെ അധിവസിക്കുകയും അവിടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും അത് നോക്കി നടത്തുകയും ചെയ്യുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അൽ ബൈത്തുൽ മഅമൂർ. എന്നാൽ എപ്പോഴും അവിടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മലക്കുകൾ ഉള്ളത് കൊണ്ടുകൂടിയാണ് ആ പേര് അൽ മഅമൂർ. മഅമൂറായ ബൈത്താണത്. എപ്പോഴും അള്ളാഹുവിന്റെ പടപ്പുകൾ അവിടെ ഉണ്ട്. അതിനെ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നു, വൽ ബൈത്തുൽ മഅമൂർ വസ്സഖ്ഫിൽ മർഫൂഅ്. സഖ്ഫ് എന്നാൽ മേൽക്കൂരയാണ്. മേൽക്കൂര തന്നെ സത്യം. എങ്ങനത്തെ മേൽക്കൂരയാണ്? അൽ മർഫൂഅ്, ഉയർത്തപ്പെട്ട മേൽക്കൂര. നമുക്ക് മേൽ ആകാശമാകുന്ന മേൽക്കൂരയുണ്ട്. അതിനെല്ലാം മേൽ അള്ളാഹുവിന്റെ അർശാകുന്ന മേൽക്കൂരയുണ്ട്. ഉയർത്തപ്പെട്ട മേൽക്കൂര തന്നെ സത്യം. ആകാശവും അള്ളാഹുവിന്റെ അർശുമെല്ലാം അതിൽ ആ പദത്തിന്റെ പരിധിയിൽ പെടും. വൽ ബഹ്റിൽ മസ്ജൂർ, മസ്ജൂറായ ബഹർ തന്നെ സത്യം. ബഹർ എന്നാൽ നമുക്കറിയുന്നത് പോലെ കടലാണ്. മസ്ജൂറായ ബഹർ, മസ്ജൂർ എന്നാൽ അതിന് ഒന്നിലധികം അർത്ഥമുണ്ട്. ഒരർത്ഥം എന്നാൽ കത്തിക്കപ്പെടുന്നത് എന്നാണ്. വൽ ബഹ്റിൽ മസ്ജൂർ, കത്തിക്കപ്പെടുന്ന കടൽ തന്നെ സത്യം. കാരണം പല റിവായത്തുകളിലും വന്നിട്ടുള്ളതുപോലെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കടലിനെ മുഴുവൻ തീയാക്കി മാറ്റും. മഹ്ശറിൽ നിൽക്കുന്ന ആളുകളെല്ലാം അവരുടെ ചുറ്റും, മഹ്ശറിന് ചുറ്റും കാണുന്നത് തീയാണ്. ഓരോരുത്തരും അവരുടെ മുട്ടുകാലുകളിന്മേൽ വീണുപോകുന്ന ഭയാനകരമായ രംഗം. ആ നരകത്തിന് മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാത്ത് സ്ഥാപിക്കും. അത് കടന്നവന് മാത്രമേ സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ. നസ്അലുല്ലാഹ ലി വലക്കും തൗഫീഖ്. അങ്ങനെ കത്തിക്കപ്പെടും കടൽ. അതുപോലെ മസ്ജൂർ എന്നതിന് മറ്റു ചില അർത്ഥങ്ങൾ കൂടിയുണ്ട്. നിറഞ്ഞത്, അതുപോലെ തടസ്സം ഉള്ളത്. കടൽ നിറഞ്ഞതാണ്, നിറഞ്ഞു കിടക്കുന്ന കടലാണ്. എന്നാൽ പൊതുവെ വെള്ളത്തിന്റെ സ്വഭാവം എന്താണ്? വെള്ളം അത് ദ്രാവകമാണ്. അതിന്റെ രൂപം അത് ഖരരൂപത്തിലല്ല, അത് സോളിഡായി നിൽക്കുന്ന ഒരു വസ്തുവല്ല, അത് ഒഴുകിക്കൊണ്ടിരിക്കും. എന്നാൽ കടൽ നോക്കൂ, അത്ഭുതമാണ്. അത് ഉയർന്നു വന്ന് ഇങ്ങോട്ടേക്ക് കയറി ഭൂമി ഒന്നാകെ മുക്കിക്കളയുന്നില്ല. എന്തോ ഒരു തടസ്സം അവിടെ ഉണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തടുത്തു നിർത്തിയിരിക്കുന്നു. ഭൂമിയെ മുക്കിക്കളയാതെ അള്ളാഹു അതിനെ തടുത്തു നിർത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒന്നിലധികം അർത്ഥം മസ്ജൂർ എന്ന വാക്കിന് കാണാം. മസ്ജൂറായ ആ ബഹർ, കടൽ തന്നെ സത്യം. എന്താണ് അള്ളാഹു ഈ മഹത്തരമായ അള്ളാഹുവിന്റെ സൃഷ്ടികളും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും സത്യം ചെയ്ത് പറയുന്നത്? തൂർ തന്നെ സത്യം. അള്ളാഹുവിന്റെ കലാമുകൾ എഴുതപ്പെട്ട, നിവർത്തിവെക്കപ്പെട്ട, തുകലിൽ രേഖപ്പെടുത്തിയ കിതാബ് തന്നെ സത്യം. അള്ളാഹുവിന്റെ മലായികത്തുകൾ ദിനേന 70,000 മലക്കുകൾ കയറുന്ന ആകാശലോകത്തെ കഅബയായ ബൈത്തുൽ മഅമൂർ തന്നെ സത്യം. നിങ്ങൾക്ക് മേലുള്ള ഉയർത്തപ്പെട്ട മേൽക്കൂര തന്നെ സത്യം. പരലോകത്ത് കത്തിക്കപ്പെടുന്ന, നിറഞ്ഞു നിൽക്കുന്ന, എന്നാൽ ഭൂമി മുക്കിക്കളയാൻ മാത്രം ഒഴുകാത്ത കടൽ തന്നെ സത്യം. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ സലഫുകളിൽ, നല്ലവരായ മുൻഗാമികളിൽ പലരും അവർക്ക് ഹൃദയത്തിലേറെ ചലനമുണ്ടാക്കിയ ആയത്തുകളിൽ പെട്ട ആയത്തുകളാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. നിന്റെ റബ്ബിന്റെ ശിക്ഷ ലവാഖിഅ, അത് വന്നു ഭവിക്കുന്നത് തന്നെയാകുന്നു. അള്ളാഹുവിന്റെ ശിക്ഷ ചിലർക്ക് ഉറപ്പാണ്. എല്ലാവരും അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നതൊരിക്കലും സംഭവ്യമല്ല. ചിന്തിച്ചു നോക്കൂ. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്നതാണ് കാര്യം. അള്ളാഹുവിന്റെ ശിക്ഷ വരും എന്നത് ഉറപ്പാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. നിന്റെ റബ്ബിന്റെ ശിക്ഷ, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, അത് വന്നു ഭവിക്കുന്നത് തന്നെയാകുന്നു. മാ ലഹു മിൻ ദാഫിഅ, അത് തടയാൻ ഒരാളുമില്ല. മാ ലഹു, അതിനില്ല, മിൻ ദാഫിഅ, അതിനെ ദഫഅ ചെയ്യാൻ, അതിനെ തടുത്തു നിർത്താൻ ഒരാളുമില്ല. ഇതാണ് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ കാര്യം. കാരണം അള്ളാഹു ചിലരെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അള്ളാഹു നരകത്തിന് വേണ്ടി ചിലരെ പടച്ചിട്ടുണ്ട്. അവർ നരകത്തിലേക്കുള്ള പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുക. അവരെ ശിക്ഷിക്കുക എന്നത് അള്ളാഹുവിന്റെ നീതിയാണ്. അവന്റെ മഹത്തായ ഹിക്മത്ത്, അവന്റെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത യുക്തി അതിന്റെ പിന്നിലുണ്ട്. ഇതാണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കേട്ടിട്ടില്ലേ, ആദ്യമായി ജനങ്ങളെ താക്കീത് ചെയ്ത താക്കീത് എന്താണ്? ഇതാ ഈ പർവ്വതത്തിനപ്പുറത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുവെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, ഉറപ്പായും വിശ്വസിക്കും. കാരണം മാ ജറബ്ന അലൈക ഇല്ലാ സിദ്ഖ, താങ്കളിൽ നിന്ന് സത്യസന്ധതയല്ലാതെ ഞങ്ങൾക്ക് പരിചയമില്ല. ഇതുവരെ ഞങ്ങളോടൊരു കളവ് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പായും വിശ്വസിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. എങ്കിൽ കടുത്ത ഒരു ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുന്ന താക്കീതുകാരനാകുന്നു ഞാൻ. ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള താക്കീത്, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീത്. അള്ളാഹുവിന്റെ അദാബ്, അത് ഭയപ്പെടണം മുഅ്മിൻ. അവന്റെ ഈമാനിന്റെ അടയാളമാണ്. അവർ അവരുടെ റബ്ബിന്റെ അദാബിനെ കുറിച്ച് മുഷ്ഫിഖൂൻ, ഹൃദയം നടുങ്ങുന്ന ഭയമുള്ളവരാണ്. നിന്റെ റബ്ബിന്റെ ശിക്ഷ എന്നാൽ ഗൈറു മഅ്മൂൻ, അതൊരിക്കലും പേടിയില്ലാതിരിക്കാൻ പാടില്ലാത്തതാണ്. അള്ളാഹു പറഞ്ഞതുപോലെ വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅ്മൂൻ. മുഅ്മിനുകൾ അള്ളാഹുവിന്റെ ശിക്ഷയെ ഉൾക്കിടലത്തോടെ ഓർക്കുന്നവരാണ്. കാരണം നമുക്ക് സഹിക്കാൻ സാധിക്കുകയില്ല അള്ളാഹുവിന്റെ അദാബ് എന്നാൽ. അത് നമുക്ക് സഹിച്ചു നിൽക്കാനോ അത് ക്ഷമിച്ചു നിൽക്കാനോ സാധ്യമല്ല. ക്ഷമിച്ചതുകൊണ്ട് അത് കുറഞ്ഞു പോവുകയില്ല. അങ്ങനെയുള്ളതാണ് റബ്ബിന്റെ അദാബ്. നസ്അലുല്ലാഹൽ ആഫിയത വസ്സലാമ. അള്ളാഹു പറയുന്നു, യൗമ തമൂറു സ്സമാഉ മൗറാ വതസീറു ജിബാലു സൈറാ. യൗമ, ആ ദിവസം, തമൂറു സ്സമാഉ മൗറാ. തമൂറു ചലിക്കുന്നതാണ്, കറങ്ങുന്നതാണ്. അസ്സമാഉ ആകാശം, മൗറൻ ഒരു ചലനം, ശക്തിയേറിയ പ്രകമ്പനം ആകാശത്തിനുണ്ടാകും. വതസീറു സഞ്ചരിക്കുന്നതാണ്, അൽ ജിബാലു പർവ്വതങ്ങൾ, സൈറാ ഒരു സഞ്ചാരം അങ്ങ് സഞ്ചരിക്കുന്നതാണ്. നോക്കൂ, ആകാശം എന്നത് അത് ഇളകുക, അത് നശിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഭീകരമായിരിക്കും അത്.
ഇദ സമാഉ ഫതറത്, അല്ലാഹു പറഞ്ഞതുപോലെ ആകാശം പൊട്ടിപ്പിളർന്നാൽ, ഇദ സമാഉ ഷഖത്, ആകാശം അത് വിണ്ടുകീറിയാൽ എന്നതുപോലെയാണിത്. യൗമ തമൂറു സമാഉ മൗറാ, ആകാശം ശക്തിയായി കറങ്ങുകയും ചലിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. വതസീറുൽ ജിബാലു സൈറാ, വതസീറു അന്ന് സഞ്ചരിക്കും, അൽ ജിബാലു പർവ്വതങ്ങൾ സൈറാ, ഒരു സഞ്ചാരം സഞ്ചരിക്കും. നോക്കൂ, പർവ്വതങ്ങൾ എന്നാൽ അള്ളാഹു ഭൂമിയിൽ ആണികളാക്കി ആഴ്ത്തിയിട്ടുള്ള ബലിഷ്ഠങ്ങളായ അള്ളാഹുവിന്റെ പടപ്പാണത്. പർവ്വതമെന്നാൽ കരുത്തിനും സ്ഥിരതക്കും ഒക്കെ ഉദാഹരണമായി പറയാറുള്ളതാണ് പർവ്വതം. അയാൾ ഒരു പർവ്വതം കണക്ക് ഉറച്ചു നിന്നു, ഒരു മല പോലെ അയാൾ ഉറച്ചു നിന്നു എന്ന് പറയുന്ന പർവ്വതങ്ങൾ അത് ഇളകുകയും നശിക്കുകയും അത് പൊടിയായി പാറുകയും ചെയ്താൽ എന്തായിരിക്കും? അള്ളാഹുവിന്റെ ഇത്രയും കരുത്തുറ്റ പടപ്പുകളന്ന് ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അന്ന് മനുഷ്യന്റെ സ്ഥിതി? ദുർബലനായ മനുഷ്യന്റെ സ്ഥിതി എന്തായിരിക്കും? യൗമ യകൂനു الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش ويسألونك عن الجبال فقل ينسفها ربي نسفا. അവർ പർവ്വതങ്ങളെ കുറിച്ച് നിന്നോട് ചോദിക്കുന്നു, പറയൂ നബിയെ, എന്റെ റബ്ബ് അതിനെ പൊടിച്ചു പാറ്റിക്കളയും. അങ്ങനെ അള്ളാഹു ഭൂമിയെ ഒരൊറ്റ മുറ്റമാക്കി തീർക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബുകളിൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണിത്. അങ്ങനെ സംഭവിക്കുന്ന ദിവസമാണ്. ഫവൈലുൻ യൗമഇദിൻ ലിൽമുകദ്ദിബീൻ, ഫവൈലുൻ യൗമഇദിൻ ലിൽമുകദ്ദിബീൻ. ഫവൈൽ അന്ന് വൈലാണുള്ളത്, നാശമാണുള്ളത്. അതുപോലെ നരകത്തിലെ ഒരു താഴ്വരയുടെ, ഭീകരമായ ഒരു താഴ്വരയുടെ പേരാണ് വൈൽ എന്ന് മുൻഗാമികളുടെ റിവായത്തുകൾ അവർ പറഞ്ഞത് കാണാം. യൗമഇദിൻ, അന്നേ ദിവസം, ലിൽ മുകദ്ദിബീൻ, നിഷേധിച്ച ആളുകൾക്ക്, അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും അവന്റെ ആയത്തുകളെയും ഒക്കെ നിഷേധിച്ചവർക്ക് അന്ന് നാശമാണുള്ളത്. അന്ന് അവർ നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ നാശകരമായ ശിക്ഷയാണ് അവർക്കുള്ളത്. അല്ലദീനഹും, അവരുടെ സ്വഭാവം എന്താണ്? നോക്കൂ, ദുനിയാവിൽ അവരുടെ സ്വഭാവം എന്താണ്? അല്ലദീനഹും, അവർ ഫീ ഖൗദിൻ യലഅബൂൻ, ഫീ ഖൗദിൻ, അവർ മുഴുകിയിട്ടുള്ള ഒരു കാര്യത്തിൽ, യലഅബൂൻ, അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലദീനഹും ഫീ ഖൗദിൻ യലഅബൂൻ. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഹും ഫിദ് ദുനിയ യഖൂദൂന ഫിൽ ബാത്തിൽ, ബാത്തിലിൽ, വ്യർത്ഥമായ അസത്യമായ കാര്യത്തിൽ, യാഥാർത്ഥ്യമില്ലാത്ത കാര്യത്തിൽ അവരിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. വയസ്തഖിദൂന ദീനഹും ഹുസുവൻ വലഇബാ, അവരവരുടെ ദീനിനെ കളിയും തമാശയുമാക്കി തീർത്തു. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഭയാനകരമായ ഖിയാമത്ത് നാളിൽ നാശമുള്ളത്. അല്ലദീനഹും ഫീ ഖൗദി യലഅബൂൻ, അവർ ആഴ്ന്നിറങ്ങിയിട്ടുള്ള ബാത്തിലിൽ, വ്യർത്ഥമായ കാര്യത്തിൽ, യലഅബൂൻ, അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ദുനിയാവിലെ പലരുടെയും സ്ഥിതി ഇതല്ലേ? ദുനിയാവ് ആകെ അവർക്ക് കളിയും തമാശയുമാണ്. ഒരർത്ഥവും ജീവിതത്തിൽ ഇല്ലാത്തതുപോലെയാണ് അവർ പെരുമാറുന്നത്. ആരെയൊക്കെയോ അനുകരിച്ചു, ആരെയൊക്കെയോ പോലെ ആവാൻ ശ്രമിച്ചു, ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്ന എത്ര ആളുകൾ അശ്രദ്ധയിലാണ്. അള്ളാഹു അവനെ ഒരു ഹക്കിനു വേണ്ടിയാണ് പടച്ചത്, റബ്ബ് അവനെ വെറുതെ സൃഷ്ടിച്ചതല്ല എന്നവൻ ചിന്തിക്കുന്നില്ല. അത് അള്ളാഹുലോ അവന്റെ ദീനിലോ വിശ്വാസമില്ലാത്ത ആളുകളുടെ വിചാരമാണ്. അള്ളാഹു ഇതൊക്കെ വെറുതെ പടച്ചതാണ്. ذلك ظن الذين كفروا فويل للذين كفروا من النار. അത് കാഫിറുകളായ ആളുകളുടെ വിചാരമാണ്, അവരുടെ ഊഹമാണത്. അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയും വെറുതെ പടച്ചതാണ്. അതുകൊണ്ട് നരകം കൊണ്ട് ആ നിഷേധികൾക്ക്, അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും നിഷേധിച്ച കാഫിറുകൾക്ക് നാശം. ഈ നാശമാണ് അവർക്കുണ്ടാവുക. യൗമ, ആ ദിവസം, യുദഊന ഇലാ നാരി ജഹന്നമ ദആ. യൗമ, ആ ദിവസം, യുദഊന, അവർ ശക്തിയായി പിടിച്ചു തള്ളപ്പെടും, അവരെ തള്ളിവിടും. ഇലാ നാരി ജഹന്നം,
ജഹന്നമാകുന്ന നരകത്തിയിലേക്ക് അവരെ ശക്തിയായി മലായികത്ത് പിടിച്ചു തള്ളും. ദഅൻ, അത് ഈ യുദഊന എന്ന പദത്തെ ഉറപ്പിക്കാൻ ഒന്നുകൂടി പറയുകയാണ്. ശക്തമായി അവരെ പിടിച്ചു തള്ളുകയാണ് നരകത്തിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടിച്ചു തള്ളാൻ നരകത്തിന്റെ കാവൽക്കാരായ മലായികത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരോട് പറയുകയാണ്, ഹാദിഹി النار التي كنتم بها تكذبون. هذه النار, ഇതാണ് നരകം. التي كنتم بها تكذبون, നിങ്ങൾ ഏതൊന്നിനെയാണോ നിഷേധിച്ചിരുന്നത് ആ നരകമാണിത്. അവർ കണ്ണുകൊണ്ട് കാണുന്ന രംഗം. ഇമാം ഇബ്നു കസീർ പറയുന്നു, തഖൂലു ലഹും الزبانية ذلك. ജബാനിയത്ത് എന്ന ശിക്ഷയുടെ മലക്കുകളാണ്, അള്ളാഹുവിന്റെ മലക്കുകളാണ് അവരോട് ഇത് പറയുക. തഖരീഅൻ വതൗബീഖാ, അവരെ അപമാനിച്ചുകൊണ്ട് അവരെ ഭീതിപ്പെടുത്തിക്കൊണ്ട് ആ മലക്കുകളാണ് ഇത് പറയുക. അള്ളാഹുവിന്റെ ശിക്ഷയുടെ മലക്കുകളാണ് അവർ. അബൂജഹലിനോട് അള്ളാഹു പറഞ്ഞില്ലേ, ഫലിയദ്ഉ നാദിയ സനദ്ഉ الزبانية, അവനവന്റെ നാദിയത്തിനെ വിളിച്ചുകൊള്ളട്ടെ. നാദി എന്ന് ആധുനിക അറബിയിൽ ക്ലബ്ബുകൾക്ക് പറയും. നാദി എന്താണ്? ഒരാളുടെ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അവിടെ ആരാണ് ഉണ്ടാവുക? അവന്റെ കൂട്ടുകാർ, തോന്നിവാസത്തിനൊക്കെ അവന്റെ കൂടെ കൂടുന്ന ആളുകൾ. അങ്ങനെയുള്ള അവന്റെ കൂട്ടർ അവൻ വിളിക്കട്ടെ. സനദുൽ ജബാനിയ, നാം ജബാനിയത്തിനെ വിളിച്ചുകൊള്ളാം. നമുക്ക് എത്ര ശക്തമായ താക്കീതാണ്. അള്ളാഹു പറയുകയാണ്, അവനവന്റെ കൂട്ടരെ വിളിക്കട്ടെ. സനദുൽ ജബാനി, നാം ജബാനിയെ, അള്ളാഹുവിന്റെ ശിക്ഷയുടെ മലക്കുകളാണ് അവർ, അവരെ വിളിച്ചുകൊള്ളാം. ആ മലക്കുകൾ ഇവരോട് പറയുന്നു, ഇതാണ് നിങ്ങൾ നിഷേധിച്ച നരകം. നോക്കൂ സഹോദരങ്ങളെ, എത്ര ആളുകളാണ് ഈ ദുനിയാവിൽ നിന്ന് സ്വർഗത്തെ പരിഹസിക്കുന്നത്, നരകത്തെ പരിഹസിക്കുന്നത്. അവന്റെ തമാശയും കളിയും പരിഹാസങ്ങളുമൊക്കെ സ്വർഗനരകങ്ങളെ കുറിച്ച് അവൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, തമാശക്ക് പോലും ഒരു മുസ്ലിമിന് ദീനിനെ കുറിച്ച് പരിഹാസം നിറഞ്ഞൊരു വാക്ക് പറയാൻ പാടില്ല. ദീനിനെ പരിഹസിക്കുക എന്നത് കുഫറാണ്. ദീനിൽ നിന്ന് ഒരാൾ തെറിച്ചു പോകും അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിച്ചാൽ, തമാശയായിട്ട് പോലും. അതാണ് സൂറത്ത് തൗബയിലെ ആയത്തുകൾ ആ വിഷയത്തിലാണ് അവതരിച്ചിട്ടുള്ളത്. മുനാഫിക്കുകളിൽ ചിലർ നബിയെയും സഹാബത്തിനെയും കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു. എന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾ തമാശ പറഞ്ഞതായിരുന്നു. ഖുൽ, പറയൂ നബിയെ, അവരോട് ചോദിക്കൂ, അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, അള്ളാഹുവിനെ കുറിച്ചും അവന്റെ ആയത്തുകളെ കുറിച്ചും അവന്റെ റസൂലിനെ കുറിച്ചുമാണോ നിങ്ങൾ പരിഹസിച്ച് തമാശ പറയുന്നത്? ലാ തഅ്തദിറൂ, നിങ്ങൾ ഒഴികഴിവ് പറയേണ്ടതില്ല, മാപ്പ് ചോദിക്കേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, ഈമാൻ ഉണ്ടായിരുന്നതിന് ശേഷം നിങ്ങൾ കാഫറുകളായി തീർന്നിരിക്കുന്നു. ദീനിനെ പരിഹസിച്ചതായിരുന്നു കാരണം. അതുകൊണ്ട് തമാശക്ക് പോലും ഒരു മുസ്ലിമിന്, ഈമാനുള്ള ഒരാൾക്ക് ദീനിനെ കുറിച്ചോ അള്ളാഹുവിനെ കുറിച്ചോ അവന്റെ റസൂലിനെ കുറിച്ചോ അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ചോ സ്വർഗത്തെയോ നരകത്തെയോ കുറിച്ചൊരു തമാശ, ഒരു പരിഹാസത്തിന്റെ വാക്ക് പറയാൻ ഒരു മുസ്ലിമിന് സാധിക്കുകയില്ല. തമാശ അത് ദുനിയാവിന്റെ കാര്യത്തിൽ നിനക്ക് അനുവാദമുള്ളൂ പറയാൻ. ആരെയും മനസ്സ് മുറിപ്പെടുത്താത്ത, കളവ് ഉൾക്കൊള്ളാത്ത, നുണയൊന്നുമല്ലാത്ത നിരുപദ്രവകരമായ തമാശ, അതേ നിനക്ക് അനുവാദമുള്ളൂ. അത് തന്നെ എപ്പോഴും ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കരുത്. അത് മുറൂഅത്തിനെതിരാണ്, അത് മനുഷ്യന്റെ മാന്യതക്കെതിരാണ്. മറിച്ച് അത് എപ്പോഴും പറയരുത്. എപ്പോഴും പറയുന്ന ആളുകൾക്ക് ജനങ്ങളുടെ കണ്ണിൽ, അവരുടെ മനസ്സിൽ അവർക്ക് തീരെ വില ഉണ്ടാവുകയില്ല, തീരെ വിലയില്ലാത്തവരായിത്തീരും. മറിച്ച് അത് ആവശ്യത്തിന് പറയും. അത് സന്ദർഭവും സാഹചര്യവും യോജിക്കുമെങ്കിൽ മാത്രം പറയുക. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു കൊമാളിയെ പോലെ ആകാൻ ഒരാൾക്ക് അത് നല്ലതല്ല. അതിന്റെ കൂടെ കളവ് പറയുകയാണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാർക്കെതിരിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശ പറയുന്നവന് നാശമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇതാ നിങ്ങൾ നിഷേധിച്ചിരുന്ന നരകമാണിത്. അഫസിഹ്റുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂൻ, അഫസിഹ്റുൻ ഹാദാ,
ഇത് സിഹറാണോ, ഇതൊരു മായാജാലമാണോ? അം അൻതും ലാ തുബ്സിറൂൻ, അതല്ല നിങ്ങൾ കാണുന്നില്ലേ? ദുനിയാവിലും ആഖിറത്തിലും ഈ ചോദ്യം യോജിക്കുന്ന ചോദ്യമാണ്. ഖുർആനിനെ കുറിച്ച് സിഹറെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് പിശാച് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യമാണ്, ഇത് സിഹറാണ്. എന്നാൽ ഒരിക്കലും ഇത് സിഹറല്ല. ഈ യാഥാർത്ഥ്യം, അള്ളാഹു പറഞ്ഞ ഇത്രയും ഗൗരവപ്പെട്ട കാര്യം ഇതെങ്ങനെ മായാജാലമാകും? അല്ല. അതുപോലെ നരകത്തിലെത്തിയാൽ അത് അവർക്ക് മനസ്സിലാകും, ഇതൊരിക്കലും ഒരു മാജിക്കോ ഇത് ആളുകളെ കണ്ണിൽ പൊടിയിടുന്ന കാര്യമോ അല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇത് സിഹറാണോ? അം അൻതും ലാ തുബ്സിറൂൻ, അതല്ല നിങ്ങൾ കാണുന്നില്ലേ? ഇസ്ലൗഹാ, നിങ്ങൾ അതിൽ കിടന്നെരിഞ്ഞുകൊള്ളൂ, കത്തിക്കരിഞ്ഞുകൊള്ളൂ. ഫസ്ബിറൂ ഔ ലാ തസ്ബിറൂ സവാഉൻ അലൈക്കും ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ. നിങ്ങൾ അതിൽ കിടന്നെരിഞ്ഞുകൊള്ളുക. ഫസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുക. ഔ ലാ തസ്ബിറൂ, അല്ലെങ്കിൽ ക്ഷമിക്കാതിരിക്കുക. നിങ്ങൾ ക്ഷമിച്ചാലും ക്ഷമിക്കാതിരുന്നാലും സവാഉൻ അലൈക്കും, ഒരുപോലെയാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ദുനിയാവിലെ ശിക്ഷകളും ദുനിയാവിലെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ആഖിറത്തിലെ ശിക്ഷയും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങളിൽ ഒന്നാണിത്. അഥവാ ദുനിയാവിലെ പ്രയാസങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണത്? ദുനിയാവിലെ പ്രയാസം ഏതും വന്നപ്പോഴുള്ള കാഠിന്യം അതിന് പിന്നെ ഉണ്ടാവുകയില്ല. അത് നേർത്ത് അതിന്റെ കടുപ്പമില്ലാതായി തീരും, കുറഞ്ഞു കുറഞ്ഞു വരും. അതുപോലെ ദുനിയാവിലെ പ്രയാസത്തിന്റെ കൂടെ അള്ളാഹു എളുപ്പം വെച്ചിട്ടുണ്ട്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്, പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. ആ രണ്ടായത്തുകളിൽ ഉസ്റെന്ന് അലിഫ്ലാം ചേർത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പ്രയാസത്തെ അലിഫ്ലാം ചേർത്തിട്ടാണ് പറഞ്ഞത്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. എന്നാൽ യുസ്റിന്, എളുപ്പത്തിന് രണ്ടായത്തുകളിലും അലിഫ്ലാം കാണുന്നില്ല. എന്താണത്? കാരണം രണ്ടായത്തിലും പറഞ്ഞ പ്രയാസം ഒന്ന് തന്നെയാണ്. എന്നാൽ രണ്ടായത്തിലും പറഞ്ഞ എളുപ്പം അത് രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ വിശദീകരിച്ചിട്ടുള്ളത് ലൈ യഗ്ലിബ ഉസ്റുൻ യുസ്റൈൻ. ഒരു പ്രയാസത്തിന് രണ്ട് എളുപ്പത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. അതാണ് മുന്നിട്ട് നിൽക്കുക. അള്ളാഹുവിന്റെ ആഫിയത്ത്, അവൻ നൽകുന്ന ആഫിയത്താണ് ജനങ്ങളിൽ നമ്മൾ എടുത്തു നോക്കിയാൽ അതാണ് കൂടുതൽ. പരീക്ഷിക്കപ്പെട്ട പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ അതില്ലാത്തവരുടെ എണ്ണം നമ്മുടെ ജീവിതത്തിലും ആഫിയത്താണ് അള്ളാഹു അധികം നൽകിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. എന്നാൽ ആഖിറത്തിലാകട്ടെ ശിക്ഷ അത് വന്നു കഴിഞ്ഞാൽ കാലം കഴിയുന്നത് കൊണ്ട് അത് കുറയുകയില്ല. അള്ളാഹു നരകത്തിൽ ശാശ്വത ജീവിതം വിരിച്ചിട്ടുണ്ടോ? നഊദു ബില്ലാഹ്. അവർക്കൊരിക്കലും ആ ശിക്ഷ അത് കുറയുകയില്ല. മറിച്ച് എന്താണ് സംഭവിക്കുക? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കേട്ടിട്ടില്ലേ സൂറത്തുൻ നബഇലെ ആയത്ത്? മുഫസ്സിറുകൾ പലരും പറഞ്ഞത് കാണാം, നരകത്തെക്കുറിച്ച് ഇത്രയും ഭയങ്കരമായ ഒരു ആയത്ത് വേറെ കാണുകയില്ല. എന്താ അത്? ഫദൂഖൂ ഫലൻ നസീദകും ഇല്ല അദാബ. സുബ്ഹാനല്ലാഹ്. ഫദൂഖൂ, നിങ്ങൾ അനുഭവിച്ചോളൂ. ഫലൻ നസീദകും, നിങ്ങൾക്ക് നാം കൂട്ടിത്തരികയില്ല. ഇല്ല അദാബ, ശിക്ഷയല്ലാതെ. കാലം കഴിയുന്നതിന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ശിക്ഷ. നഊദു ബില്ലാഹ്. എന്തായിരിക്കും സഹോദരങ്ങളെ ഈ തുച്ഛമായ, ഏറെ കാലം കുറഞ്ഞിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തീർന്നു പോകുന്ന ദുനിയാവിൽ കുഫറിലും ശിർക്കിലും ഒക്കെ കഴിഞ്ഞുകൂടി ഒരിക്കലും അവസാനിക്കാത്ത ആ നരകത്തിൽ ശാശ്വതരായാൽ, അവിടെ കിടക്കേണ്ടി വന്നാൽ അതിനേക്കാളും വലിയ ദൗർഭാഗ്യം എന്താണുള്ളത്? നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഈമാനോടെ മരിപ്പിക്കുമാറാകട്ടെ. ആമീൻ. അതെത്ര വലിയ ദൗർഭാഗ്യമാണ്. നരകത്തിലെ പ്രത്യേകതയാണ് അത് കാലം കഴിയുന്നതിനെ കുറയുകയില്ല, കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ ക്ഷമിച്ചതുകൊണ്ട് കാര്യമില്ല. ദുനിയാവിലെ ഏത് പ്രയാസമാകട്ടെ സബർ കൊണ്ട് അള്ളാഹു അത് നീക്കിത്തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വഅന്ന النصر مع الصبر وأن الفرج مع الكرب وأن النصر مع الصبر وأن مع العسر يسرا. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ
പ്രസിദ്ധമായ ഹദീസിലുള്ളതുപോലെ. കുട്ടിയായിരിക്കുമ്പോൾ നബി ഇബ്നു അബ്ബാസിന് കൊടുത്ത ഉപദേശങ്ങളിൽ ഒന്നാണ് വഅന്ന നസ്റ മഅ സബ്ർ, നീ അറിയുക അല്ലാഹുവിന്റെ സഹായം ക്ഷമയുടെ കൂടെയാണ്. വഅന്നൽ ഫറജ മഅൽ കർബ്, പ്രയാസത്തിന്റെ കൂടെ പോംവഴിയുണ്ട്. വഅന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. ദുനിയാവിൽ ഇങ്ങനെ, എന്നാൽ നരകത്തിലെ ശിക്ഷ അത് ക്ഷമിച്ചതുകൊണ്ട് അത് കുറയുകയില്ല. അസബർന അം ജസിഅന, നരകക്കാർ പറയുമെന്നാണ്, ഞങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് കാര്യമില്ല, വെപ്രാളം കാണിച്ചിട്ടും കാര്യമില്ല. ക്ഷമിച്ചതുകൊണ്ടോ ക്ഷമിക്കാതിരുന്നിട്ടോ കാര്യമില്ല. അത് നരകത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ നരക ശിക്ഷയുടെ മറ്റൊരു പ്രത്യേകതയാണ് അള്ളാഹു പറഞ്ഞത് കാണാം, വലൻ യൻഫഅകുമുൽ യൗമ ഇൻ ളലംതും അന്നകും ഫിൽ അദാബി മുശ്തരികൂൻ. നിങ്ങൾ ഈ ശിക്ഷയിൽ ഒറ്റക്കല്ല, നിങ്ങളുടെ കൂടെ വേറെ ആളുകളുണ്ട് പങ്കാളികളായി എന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരവുമില്ല. അത് നരകത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. കാരണം ദുനിയാവിൽ നമുക്കൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നമ്മെപ്പോലെ പ്രയാസമോ ബുദ്ധിമുട്ടോ അനുഭവിക്കുന്ന വേറൊരാളെ കണ്ടാൽ നമുക്കൊരു ആശ്വാസം തോന്നും. അല്ലെങ്കിൽ അതിനേക്കാളും പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ കണ്ടാൽ നമുക്ക് ആശ്വസിക്കാം, ഞാൻ മാത്രമല്ലല്ലോ എന്നൊരു ആശ്വാസം പൊതുവെ മനുഷ്യന്റെ മനസ്സിലുണ്ടാവും. നരകക്കാരെത്ര പേരുണ്ടായിട്ടും കാര്യമില്ല, അങ്ങനെ ഒരു ആശ്വാസം അവർക്ക് തോന്നുകയില്ല. വലൻ യൻഫഅകുമുൽ യൗമ ഇൻ ളലംതും, നിങ്ങൾ അതിക്രമം പ്രവർത്തിച്ചതിനാൽ നിങ്ങൾക്ക് ഇന്ന് ഉപകാരപ്പെടുകയില്ല. അന്നകും ഫിൽ അദാബി മുശ്തരികൂൻ, നിങ്ങൾ ശിക്ഷയിൽ പരസ്പരം പങ്കുകാരാൻ ഒറ്റക്കല്ല എന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു, സ്ലൗഹാ, അതിൽ കിടന്നെരിഞ്ഞുകൊള്ളൂ നിങ്ങൾ. ഫസ്ബിറൂ ഔ ലാ തസ്ബിറൂ, ക്ഷമിക്കുകയോ ക്ഷമിക്കാതിരിക്കുകയോ ചെയ്തുകൊള്ളൂ. സവാഉൻ അലൈക്കും, ഒരുപോലെയാണ് നിങ്ങൾക്ക് കാര്യം. ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ, ഇന്നമാ തുജ്സൗന, നിങ്ങൾക്ക് ഈ നരകം പ്രതിഫലമായി നൽകപ്പെടുന്നത് മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലം മാത്രമാകുന്നു. അള്ളാഹു ഒരാളോടും അനീതി ചെയ്യുകയില്ല, അവനവന്റെ ചെയ്തിക്കാണ് അനുഭവിക്കേണ്ടി വരിക. ഷർറിന് അതിന്റെ തോതനുസരിച്ചല്ലാതെ അള്ളാഹു ശിക്ഷ നൽകുകയില്ല. ഖൈറിനാകട്ടെ നന്മക്കാകട്ടെ ഇരട്ടി ഇരട്ടിയായി ചെയ്തതിനേക്കാൾ എത്രയോ അപ്പുറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലെ നമുക്ക് ആവർത്തിച്ച് കാണാൻ സാധിക്കുന്ന അള്ളാഹുവിന്റെ ശൈലിയാണ്. അവൻ നരകക്കാരെ കുറിച്ച് പറഞ്ഞാൽ സ്വർഗക്കാരെ കുറിച്ച് പറയും, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ നരകത്തെക്കുറിച്ച് പറയും, കാഫിരീങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മുഅ്മിനുകളെ കുറിച്ച് പറയും. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. എതിർ സ്വഭാവമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ മഹത്തായ സുന്ദരമായ കലാമിന്റെ ശൈലിയാണ്. അള്ളാഹു പറയുന്നു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വ നഈം ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ മുത്തകിഈന അലാ സുറുരിൻ മസ്ഫൂഫ വസവ്വജ്നാഹും ബിഹൂരിൻ നഈം. ഇന്നൽ മുത്തഖീന, തീർച്ചയായും തഖ്വയുള്ള ആളുകൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ, ഫീ ജന്നാത്തിൻ, അവർ സ്വർഗത്തിലാണ്. അവർക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള, അള്ളാഹു അവർക്ക് വേണ്ടി നേരത്തെ പടച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗങ്ങളിലും വനഈം, സുഖങ്ങളിലുമാണ് അവർ. ഇന്നൽ മുത്തഖീൻ, ആരാണ് മുത്തഖി? തഖ്വയുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. തഖ്വ എന്നാൽ നമ്മുടെ മുൻഗാമികൾ വിശദീകരിച്ചിട്ടുള്ളതുപോലെ أن تعمل بطاعة الله ترجو ثواب الله على نور من الله وأن تترك معصية الله تخاف عقاب الله على نور من الله. നീ അള്ളാഹു കൽപ്പിച്ചത് അനുസരിക്കണം. എങ്ങനെ അനുസരിക്കണം? അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, അലാ നൂരിൻ മിൻ അല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള നൂർ അനുസരിച്ച്. അഥവാ അള്ളാഹു അവന്റെ കിതാബിലോ അവന്റെ റസൂലുകളിലൂടെയും പഠിപ്പിച്ചത് എങ്ങനെയാണോ അതനുസരിച്ച് നീ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അവനനുസരിക്കുക. നിനക്ക് തോന്നിയതല്ല തിന്മ, നിനക്ക് തോന്നിയതല്ല നന്മ, അള്ളാഹു പഠിപ്പിച്ചതാണ് നന്മയും തിന്മയും. അള്ളാഹു അത് വേർപെടുത്തി, അത് രണ്ടും
വേറെ വേറെയാക്കി ഏതാണ് നന്മയെന്ന് ഏതാണ് തിന്മയെന്ന് നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നീ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ, മഅസിയത്തുകൾ, പാപങ്ങൾ ഉപേക്ഷിക്കാനാണ് തഖ്വ. തഖാഫു ഇഖാബ് അല്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്, അലാ നൂരിൻ മിൻ അല്ലാഹ്, അതും അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം അനുസരിച്ചുകൊണ്ട്. അഥവാ അള്ളാഹു തെറ്റെന്ന് പറഞ്ഞത് നീ ഒഴിവാക്കുക, അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് നീ ചെയ്യുക അള്ളാഹുവിന് വേണ്ടി. ഇതാണ് തഖ്വ. നിന്റെ മുൻപിലുള്ള വഴിയിൽ മുള്ളുകൾ നിറഞ്ഞാൽ നീ എങ്ങനെയാണ് അതിലൂടെ നടക്കുക എന്നതുപോലും നീ സൂക്ഷ്മത പാലിക്കണം. അങ്ങനെ ആ പ്രവർത്തനങ്ങൾ മുഖേന അള്ളാഹുവിന്റെ ശിക്ഷക്കും നിനക്കുമിടയിൽ നീ ഒരു വിഖായത്ത് ഉണ്ടാക്കണം. എന്താണ് വിഖായത്ത്? ഒരു തടസ്സം. ഇതെല്ലാമാണ് തഖ്വയുടെ ഉദ്ദേശം. ആ തഖ്വ പാലിക്കുന്ന ആളുകൾ അവർക്ക് അള്ളാഹു സ്വർഗം നൽകും. അവർക്കുള്ള പ്രതിഫലം സ്വർഗമാണ്. നോക്കൂ, ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടത് എത്ര കാലമാണ്? ചുരുങ്ങിയ ഈ ദുനിയാവിൽ വളരെ പെട്ടെന്ന് നേരം വെളുത്ത് ഇരുട്ടുന്നത് പോലെ കഴിഞ്ഞു പോകുന്ന നമ്മുടെ ഈ ജീവിതം. ഒരു ചെടി അത് മുളച്ച് അത് പച്ച നിറത്തിലായി അതിന്റെ യൗവനം പ്രാപിച്ചു പിന്നെ ഉണങ്ങി വീണു പോകുന്ന അവസ്ഥയുണ്ടല്ലോ എന്നതുപോലെ ശരീഅൻ വളരെ വേഗത്തിൽ കടന്നു പോകുന്ന നമ്മുടെ ഈ ജീവിതം. അതിന് നമുക്ക് ചുറ്റും എത്ര തെളിവുകളുണ്ട്, സാക്ഷികളുണ്ട്. നമുക്ക് മുൻപേ ഈ അടുത്തുവരെ ഈ ഭൂമിയിലൂടെ നടന്നവർ വളരെ വേഗം പോയി. നമ്മുടെ ആയുസ്സും ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ ദുനിയാവിൽ ഒരല്പകാലം നീ ഒന്ന് കണ്ണടച്ചു പിടിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നൽകുന്നതാകട്ടെ എന്നെന്നും ജീവിക്കാനുള്ള സ്വർഗമാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ അവർ പരലോകത്ത് അവന്റെ സ്വർഗത്തിലും സുഖങ്ങളിലും അനുഗ്രഹങ്ങളിലുമായിരിക്കും. ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം. ഫാകിഹീൻ, അവരവിടെ കഴിഞ്ഞു പോകുക, അവരവിടെ താമസിക്കുക. ഫാകിഹീൻ, സുഖമനുഭവിച്ചുകൊണ്ടാണ്, ആസ്വദിച്ചുകൊണ്ടാണ്. ബിമാ ആതാഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവർക്ക് നൽകിയത് അനുഭവിച്ച് ആസ്വദിച്ചുകൊണ്ടാണ് അവർ ആ സ്വർഗത്തിൽ കഴിയുക. വവഖാഹും, അവരെ കാത്തിട്ടുണ്ട്, രക്ഷിച്ചിട്ടുണ്ട്. റബ്ബുഹും, അവരുടെ റബ്ബായ അല്ലാഹു അദാബൽ ജഹീം, ജഹീമിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവരെ കാത്തിട്ടുമുണ്ട്. റബ്ബ് നൽകിയ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചാണ്, അതാസ്വദിച്ചാണ് അവർ കഴിയുന്നത്. ജഹീമാകുന്ന നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവരെ കാത്തിട്ടുമുണ്ട്. നോക്കൂ, ഇമാം ഇബ്നുൽ കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വതിൽക നിഅമത്തുൻ മുസ്തഖില്ലത്തുൻ ബിദാതിഹാ അലാ ഹിദതിഹാ. നരകത്തിൽ നിന്ന് അള്ളാഹു അവരെ കാത്തു എന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. അതോടൊപ്പമാണ് അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും സങ്കല്പിക്കാൻ പോലും ആകാത്ത സുഖങ്ങളുള്ള സ്വർഗത്തിൽ അതിനോടൊപ്പം അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. നരകത്തിൽ നിന്ന് അള്ളാഹു അവരെ കാക്കുക എന്നത് തന്നെ, അത് മാത്രം തന്നെ വലിയ അള്ളാഹു അവരോട് ചെയ്ത അനുഗ്രഹമാണ്. അള്ളാഹു അവരോട് പറയുന്നു, അവരോട് സ്വർഗത്തിൽ പറയപ്പെടുന്നു, കുലു വശ്റബു, നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, നിങ്ങൾ കഴിച്ചോളൂ, നിങ്ങൾ കുടിച്ചോളൂ. സ്വർഗത്തിൽ അതിവിശിഷ്ടമായ ആഹാരങ്ങൾ, അവിടുത്തെ പാനീയങ്ങൾ, ഹനീഅൻ, സന്തോഷത്തോടെ. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ. നോക്കൂ, നരകക്കാരോടും സ്വർഗക്കാരോടും പറയപ്പെട്ട ഒരേപോലെ പറയപ്പെട്ട കാര്യം ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ. പ്രവർത്തിച്ചത് കാരണത്താലാണ് ആളുകൾ നരകത്തിൽ പോകുന്നത്, പ്രവർത്തിച്ചത് കാരണത്താലാണ് ആളുകൾ സ്വർഗത്തിൽ പോകുന്നത്. പക്ഷേ ബിമാ, കാരണമെന്ന് അള്ളാഹു പറഞ്ഞ ഈ ബാ ഉണ്ടല്ലോ, അത് ബാഉ സബബ്, കാരണത്തിന്റെ ബാ ആണ്. ലൈസ ബാഉൽ ഇവദ്, പകരത്തിന് പകരം എന്ന വാവല്ല. കാരണം ദുനിയാവ് തുടങ്ങിയത് മുതൽ ദുനിയാവിന്റെ അവസാനം വരെ ഒരുവൻ അള്ളാഹിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചാലും സ്വർഗം അതിന് പകരമല്ല, സ്വർഗം അതിനേക്കാൾ വലുതാണ്. മറിച്ച് അത് കാരണമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ റഹ്മത്തിനാൽ, അവന്റെ ഔദാര്യത്താൽ അവൻ എത്രയോ അധികം ഇരട്ടി അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് സ്വർഗത്തിൽ നൽകുകയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
ഒരാളെയും അവന്റെ അമൽ സ്വർഗത്തിലാക്കുകയില്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ താങ്കളോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല അന, അതെ എന്നെയും അങ്ങനെ തന്നെ, ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി മിൻഹു വഫദ്ലിൻ, അല്ലാഹു അവന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവും കൊണ്ട് എന്റെ മൂടിയാലല്ലാതെ ഞാനും അമൽ കൊണ്ട് മാത്രം സ്വർഗത്തിൽ കടക്കുകയില്ല. മറിച്ച് അമൽ കാരണമാണ്. അതാണ് ഇവിടെ അല്ലാഹു ബിമാ കുൻതും തഅമലൂൻ എന്ന് പറഞ്ഞത്. നിങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ സുഖമായി സന്തോഷത്തോടെ ഈ സ്വർഗത്തിൽ നിങ്ങൾ തിന്നും കുടിച്ചും കഴിഞ്ഞോളൂ. മുത്തഖീന, അവർ ചാരിയിരിക്കുന്നവരായിരിക്കും. അവരുടെ റാഹത്ത് സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് ചാരിയിരിക്കുക എന്നുള്ളത്. കാരണം എന്തെങ്കിലും ബേജാറുള്ളവന് അങ്ങനെ സ്വസ്ഥമായിരിക്കാൻ സാധിക്കുകയില്ല. അവരുടെ സ്വസ്ഥതയും സുഖവും അവരുടെ സന്തോഷവും സൂചിപ്പിക്കുന്ന വാക്കാണ് മുത്തഖീൻ. അവർ ചാരിയിരിക്കുകയാണ്. അല സുറുരിൻ, അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട അതിവിശിഷ്ടമായ വിരിപ്പുകളുള്ള സുന്ദരമായ കട്ടിലുകളിന്മേൽ. അല സുറുരിൻ മസ്ഫൂഫ, നിരനിരയായി വച്ചിട്ടുള്ള, അവർക്ക് പ്രിയപ്പെട്ടവർക്ക് അഭിമുഖമായി ഇരിക്കുന്ന കട്ടിലുകളിൽ. വസവ്വജ്നാഹും, നാം അവർക്ക് ഇണ ചേർത്ത് കൊടുത്തിരിക്കുന്നു, അവർക്ക് ഇണയാക്കി കൊടുത്തിരിക്കുന്നു. ബിഹൂരിൻ ഐൻ, ഹൂറുൻ ഐൻ എന്ന സ്വർഗസ്ത്രീകളെ. ഹൂറുൻ ഐൻ എന്ന് പറഞ്ഞാൽ ആ പേരവർക്ക് വരാനുള്ള കാരണം അവരുടെ കണ്ണുകളുടെ ഭംഗി സൂചിപ്പിക്കുന്ന പേരാണത്. കണ്ണിന്റെ വെളുത്ത ഭാഗം അതീവ വെളുപ്പും കറുത്ത ഭാഗം അതീവ കറുപ്പുമുള്ള അതീവ ഭംഗിയുള്ള അതിസുന്ദരികളായ സ്വർഗീയ സ്ത്രീകൾ. അല്ലാഹു അവരെ സ്വർഗക്കാർക്ക് വേണ്ടി പടച്ചിരിക്കുന്നു. ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅൻ ഫജഅൽനാഹുന്ന അബ്കാറൻ ഉറുബൻ അത്റാബൻ ലിഅസ്ഹാബിൽ യമീൻ. നാം അവരെ ഒരു പ്രത്യേക പടപ്പ് പടച്ചിരിക്കുന്നു. സ്വർഗത്തിലെത്തുന്ന ഹൂറുൻ ഐൻ, സ്വർഗത്തിൽ അള്ളാഹു പ്രത്യേകമായി പടക്കുന്നവരാണ് ഹൂറുൻ ഐൻ. അതുപോലെ ദുനിയാവിലെ സ്ത്രീകളെ അള്ളാഹു പ്രത്യേകമായി അവിടെ വേറൊരു രൂപത്തിൽ, ദുനിയാവിലേതല്ലാത്ത രൂപത്തിൽ കന്യകകളും ഒരേ പ്രായക്കാരും അവരുടെ ഇണകളോട് ഏറെ സ്നേഹമുള്ളവരുമാക്കി വളർത്തിക്കൊണ്ടുവരികയും ചെയ്യും. ഹൂറുൻ ഐനും അതുപോലെ അവരുടെ ഇണകളോട് ഏറെ സ്നേഹമുള്ളവരും അവരിലേക്ക് മാത്രം നോക്കുന്നവരും അതീവ ഭംഗിയുള്ളവരുമാണ്. അള്ളാഹു അവന്റെ കിതാബിൽ പഠിപ്പിച്ചിട്ടുള്ള ഓരോ മുഅ്മിനും ആഗ്രഹിക്കുന്ന കാര്യമാണിത്. ഇതിനെ ആരെങ്കിലും പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ആരെങ്കിലും സ്വർഗത്തെയോ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളെയോ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ സ്ഥാനം ഇസ്ലാമിന് പുറത്താണ്. അള്ളാഹു പറഞ്ഞ ഹക്കാണിത്. ഓരോ മുഅ്മിനും ഇതിൽ വിശ്വസിക്കുകയും അള്ളാഹു ഒരുക്കി വെച്ച സുഖങ്ങൾ അവൻ ആഗ്രഹിക്കുകയും സ്വർഗം അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യും. അള്ളാഹു പറയുന്നു, വല്ലദീന ആമനു വത്തബഅത്ഹും ദുർരിയതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. വല്ലദീന ആമനു, ആരാണോ വിശ്വസിച്ചവർ, അള്ളാഹുലും അവന്റെ ദീനിലും യഥാർത്ഥത്തിൽ വിശ്വസിച്ച മുഅ്മിനുകൾ, വത്തബഅത്ഹും ദുർരിയതുഹും, അവരുടെ മക്കൾ അവരെ പിൻപറ്റുകയും ചെയ്തു, ബിഈമാനിൻ, ഈമാൻ കൊണ്ട്, അഥവാ മുഅ്മിനുകളാണ്, അവരുടെ മക്കളും മുഅ്മിനുകളാണ്. അള്ളാഹു എന്ത് ചെയ്യും സ്വർഗത്തിൽ? അൽഹഖ്നാ ബിഹിം, നാം അവരോട് ചേർത്ത് കൊടുക്കും, ദുർരിയതഹും, അവരുടെ മക്കളെ എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വർഗവാസികൾക്ക് ചെയ്യുന്ന അതിവിശിഷ്ടമായ ഒരു അനുഗ്രഹമാണിത്. സ്വർഗത്തിലെത്തുന്ന ഒരു മുഅ്മിൻ, അവനോളം അവന്റെ മക്കൾക്ക് അമലുകളില്ലെങ്കിലും അള്ളാഹു അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മുഅ്മിനായ അവന്റെ മക്കളെ അവനോട് ചേർത്ത് കൊടുക്കും, അവന് സന്തോഷം നൽകാൻ വേണ്ടി. നോക്കൂ, ഖൈറിന്റെ ആളുകൾ കൊണ്ടുള്ള നേട്ടം തലമുറ നീണ്ടു നിൽക്കുന്നതാണ്. അതുകൊണ്ട് കുടുംബത്തിൽ ആരെങ്കിലും അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവനെ പരിഹസിക്കാനും അവനെ കുത്തി പറയാനും അവനെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കാനും അല്ല നമ്മൾ നടക്കേണ്ടത്. അവന്റെ ബറക്കത്ത് എല്ലാവർക്കും കിട്ടും. പ്രോത്സാഹിപ്പിക്കാണ് വേണ്ട, അവനവന് സാധിക്കുന്നില്ലെങ്കിലും. ഇതുപോലെ തന്നെയാണ് മക്കൾ, അവരെ കൊണ്ട് മാതാപിതാക്കൾക്കും അള്ളാഹു ഖൈർ നൽകും, മുന്തിയ പദവികൾ നൽകും. ചോദിക്കും അവർ അള്ളാഹുവിനോട്, എന്താണ് അള്ളാഹു എനിക്ക് പദവി ലഭിക്കാനുള്ള കാരണം? ഇത്രയും അമൽ ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അള്ളാഹു പറയും, ബിസ്തിഗ്ഫാരി വലദിക ലക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അള്ളാഹു അവരോട് പറയും, നിന്റെ സന്താനം നിനക്ക് വേണ്ടി പാപമോചനം തേടിയതാണ് ഇതിന്റെ കാരണം. എന്നതുപോലെ തിരിച്ചും അള്ളാഹു നൽകും. എന്താണ് അതിനുള്ള നിബന്ധന? ഈമാനിൽ പിൻപറ്റണം. കാഫിറോ മുശ്രിക്കോ ആയാൽ ഉണ്ടാവുകയില്ല. ഈമാനിൽ പിൻപറ്റിയിട്ടുണ്ട്,
ഈമാനുണ്ട്. എന്നാൽ പ്രവർത്തനങ്ങൾ അത്രയും പിതാക്കളുടെ അത്രയും എത്തിയിട്ടില്ലെങ്കിലും അള്ളാഹു അവരെ സന്തോഷിപ്പിക്കാൻ അവരെ മക്കൾ അവരോട് ചേർത്ത് കൊടുക്കും. എന്നാൽ വമ അലത്നാഹും നാം ഒട്ടും കുറവ് വരുത്തുകയില്ല മിൻ അമലിഹിം മിൻ ഷൈ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒന്നും തന്നെ നാം കുറച്ചു കളയുകയില്ല. വമ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ കുല്ലു മ്രിഇൻ ഓരോ മനുഷ്യനും ബിമാ കസബ അവൻ പ്രവർത്തിച്ചത് എന്താണോ അതിന് റഹീൻ പണയ വസ്തുവാണ് എന്ന് പറഞ്ഞാൽ നോക്കൂ, നന്മക്ക് അള്ളാഹു അവർ ചെയ്തതിലപ്പുറം പ്രതിഫലം നൽകും. അത് കേൾക്കുമ്പോൾ ആർക്കും തോന്നരുതെന്ത് നേരെ തിരിച്ചും സംഭവിക്കുമോ? പൂർവ്വപിതാക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരെങ്കിലും നരകത്തിലെത്തേണ്ട പണിയെടുത്ത് നരകത്തിലെത്തിയത് കാരണത്താൽ ആ ശിക്ഷ മക്കൾക്കും അള്ളാഹു കൊടുക്കുമോ എന്നാർക്കും തോന്നരുത്. അള്ളാഹു പറയുന്നു ഓരോരുത്തരും അവന്റെ പ്രവർത്തനത്തിന്റെ പണയ വസ്തുവാണ്. ശിക്ഷ ആർക്കേ ഉള്ളൂ? അത് പാപം ചെയ്തവനേ ഉള്ളൂ. അതിന്റെ ചോദ്യം മറ്റൊരാളോട് അള്ളാഹു ചോദിക്കുകയില്ല. ലഹാ മാ കസബത് വലക്കും മാ കസബ്തും അവർക്ക് അവർ ചെയ്തത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തത്. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല. അള്ളാഹുവിന്റെ മഹത്തായ റഹ്മത്താണിത്. അള്ളാഹു അവന്റെ റഹ്മത്ത് നമുക്ക് നൽകുമാറാകട്ടെ. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.